ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഏത് അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, എന്താണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അവരുടെ നെക്സ്റ്റ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, നെക്സ്റ്റ് പ്ലാൻ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഈ ഒരു സമയത്ത് നിങ്ങൾ റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരണം കേട്ടോ. അപ്പോഴേ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കിട്ടിയ കാർഡിന് ടവറാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ നല്ല തകർച്ചയിലാണുള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാളും രണ്ട് ദിക്കിലായിരിക്കണം, അല്ലെങ്കിൽ തകർന്നു പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കണം ഈ ഒരു സമയത്ത്. ഇതാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയ കാർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. നല്ലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ കണക്ഷനെ നന്നായിട്ട് പോയൊരു കണക്ഷനാണ്. അതിൽ നിങ്ങൾ പോലും വിശ്വസിക്കാത്ത സമയത്താണ്, അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്. ആ ഒരു തരത്തിലാണ് തകർന്നു പോയിട്ടുണ്ടെന്നാണ് കാണുന്നത്. മൊത്തം തകർന്നു. ചില സമയത്ത് എൻഡായിട്ടുണ്ട് എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇത് എൻഡായി, ഇനി ഒരിക്കലും നിങ്ങളുടെ വ്യക്തികളിലേക്ക് വരില്ല. അപ്പോൾ ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ കണക്ഷൻ ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി വെക്കുകയാണ്. ഇതൊന്നും പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല ഈ സമയത്ത്. നിങ്ങളടുത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. ആളിങ്ങനെ നിങ്ങളെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക. അതായത് ആൾക്ക് സ്നേഹം ഉണ്ടായിട്ട് പോലും അത് പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല ഈ സമയത്ത്. ഇതൊരു ബാലൻസിലേക്ക് വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇതാണ് കാണുന്നത്. അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, കാത്തിരിക്കുന്നുണ്ട്. ക്ഷമയോടെ ആൾ കാത്തിരിക്കുന്നുണ്ട്. മാത്രം ആളെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ആളെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആളുടെ ഒരു ഒന്നും കിട്ടുന്നുണ്ടാവില്ല. ഒരു മെസ്സേജ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. ഈ സമയത്ത് ആൾ നിങ്ങളിൽ ഒരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ കോൾ വിളിക്കും. പക്ഷേ ഇതൊന്നും ആൾ ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ ആൾ നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. ആൾ ഇതൊരു എന്താ പറയുക, ഈ ഒരു സമയത്ത് എല്ലാം ഉള്ളിലാണ് ആൾ ഒതുക്കി വെക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം പോലും ആൾ ഉള്ളിൽ ഒതുക്കി വെക്കുകയാണ്. അത് നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല ഈ വ്യക്തി ഈ ഒരു സമയത്ത്. പക്ഷേ 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇവിടെ. ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും. കുറച്ച് സമയമെടുത്താലും കുറച്ച് പെട്ടെന്നല്ല കേട്ടോ വരുന്നത്, എന്നാലും നിങ്ങളിലേക്ക് വരും. അതായത് ഇപ്പോൾ അവർ എല്ലാം ഉള്ളിലൊതുക്കിയാണ് നിൽക്കുന്നത്. പുറത്തൊന്നും പ്രകടിപ്പിക്കാത്ത വിധത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെങ്കിൽ കുറച്ച് സമയമെടുത്താലും, ഇതിനൊരു കുറച്ച് നിങ്ങൾ കാത്തിരുന്നാലും, നിങ്ങളുടെ വ്യക്തി വെയിറ്റ് ചെയ്യാണ്. നാളെയുടെ അവർക്കറിയാം നാളെ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ആ ഒരു ചിന്തയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് ഉദ്ദേശം. അവർക്കറിയാം ഇതിലൊരു സക്സസ് വരും, ഈ ഒരു കണക്ഷനിലൊരു സക്സസ് വരും, ഇങ്ങനെ തന്നെ ഇത് പോകില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. ആൾക്ക് നിങ്ങളിൽ വരണം എന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അതിന് അവർക്ക് പറ്റുന്നില്ല.
അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനോ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാനോ അതൊന്നും അവർക്ക് പറ്റുന്നില്ല. എന്നാലും ഇതിലൊരു പ്രതീക്ഷ വെക്കാം, ഇതിലൊരു സക്സസ് ഉണ്ടെന്നാണ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആൾ നിങ്ങളിലേക്ക് വരും കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും ഈ വ്യക്തി, ഉറപ്പായിട്ടും. വീൽ ഓഫ് ഫോർച്യൂൺ, ഇതിലൊരു ചേഞ്ച് വരും. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. 6 ഓഫ് വാൺസിൻ്റെ എനർജി, ഇതിലൊരു മാറ്റം വരും. ഈ ഒരു കണക്ഷനിൽ തന്നെ ഒരു മാറ്റം വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാർമിക് സൈക്കിൾ എൻ്റെ ആകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു മാറ്റം, ഇതിലൊരു ചേഞ്ച് വരും. സണ്ണാണ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചേഞ്ച് വരും ഉറപ്പായിട്ടും. കാരണം ആ വ്യക്തിക്ക് മനസ്സിലുണ്ട് നിങ്ങളടുത്ത് വരണം, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ മനസ്സിലുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യണം നിങ്ങൾ കേട്ടോ. ഈ നാളെ തന്നെ വരുമെന്ന് പറഞ്ഞാലൊന്നും നടക്കത്തില്ല. എന്നാലും ആ ഒരു സക്സസ് ആണ്, വരുന്ന കാര്യത്തിൽ സക്സസ് ആണ്. കൂടാത്തതിന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കാർമിക് സൈക്കിൾ അത് എൻ്റെ ആകാൻ പോകുന്ന ഒരു സമയമാണത്. അപ്പം നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഇനി നിങ്ങൾക്ക് പുതിയൊരു തുടക്കം, പുതിയൊരു സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുമൊത്തൊരു നല്ലൊരു നാളേക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതായത് നല്ലൊരു വെളിച്ചം ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്നു. സൂര്യന് എല്ലാ സമയവും ഒരുപോലെ ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, എപ്പോഴും നമുക്കും ഒരു നാൾ സൂര്യൻ ഉദിക്കൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു സണ്ണിൻ്റെ പ്രകാശം അതിനി വരുന്നുണ്ട്. എല്ലാ തരത്തിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. ഇപ്പോൾ അവർ ക്ഷമയോടെ നിങ്ങൾക്ക് വേണ്ടി ഒരു കാത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് പൂർവാധികം ശക്തിയോടെ തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയത്ത് മെജീഷ്യനാണ്, അതും നമുക്ക് റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ അതിനൊന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച ആളെല്ലാം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ആൾക്ക്. അതായത് ഇപ്പോൾ നല്ലൊരു കഴിവുള്ളൊരു വ്യക്തിയാണ്, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച ആൾ അടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഞാൻ പറഞ്ഞില്ല, ആൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനൊന്നും തയ്യാറാവുന്നുണ്ടാവില്ല. എന്നാൽ നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ് ആൾ, വിചാരിച്ചാൽ എന്തും നേടിയെടുക്കാനും കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഈ ഒരു കണക്ഷനെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ. കാരണം ഇവിടെ ഈ വ്യക്തിക്ക് ഭയമുണ്ട്. ചിലപ്പോൾ അവരുടെ സാഹചര്യത്തിൽ ആൾ ഭയക്കുന്നതാവാം. അതുകൊണ്ടായിരിക്കാം ആളിപ്പോൾ ഒന്നും, കാരണം ആൾക്ക് പ്രതീക്ഷയുണ്ട് ഇത് സക്സസ് ആവുന്നുള്ള ധൈര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. പക്ഷെ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ ഒരു ഭയമാണ് ആൾക്ക് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആളുടെ ഈ വ്യക്തിയെ ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ സിറ്റുവേഷനിൽ ഈ വ്യക്തി ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഭയം വരുന്നത് കേട്ടോ. അതിപ്പോൾ അവരുടെ ലൈഫിൽ ആരും ആവാം, തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അത്, ആരും ആവാം കേട്ടോ. അവരുടെ ഫാമിലി ആകാം, ഫ്രണ്ട്സ്, അങ്ങനെ ആരും ആവാം, വ്യക്തികളാവാം. അവരെ ശരിക്കും കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ സഹോദരിയോ അങ്ങനെ ആരും ആവാം, അമ്മയോ അങ്ങനെ ആരൊക്കെയോ ആളെ ശരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഫാമിലിയൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളിലേക്ക് വരാണമെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വ്യക്തിക്ക് ശരിക്കും ഫാമിലിയും ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കൊരു ഭയം ഉണ്ടാവും, എന്നാൽ ആൾക്കൊരു പ്രതീക്ഷയുണ്ട്, നല്ലൊരു പ്രതീക്ഷയുണ്ട്, അതാണ് കാണിക്കുന്നത്. അതുപോലെ 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ശരിക്കും ഈ വ്യക്തി നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതിൽ ആൾ ഭയങ്കരം ഫീൽ ചെയ്യുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ ഒരു നഷ്ടം ആൾക്കൊരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ആവും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിത്തീരും, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവും. അത്രത്തോളം നല്ല രീതിയിൽ പോയൊരു കണക്ഷനാണ്, അല്ലെങ്കിൽ ഒരുപാട് സക്സസ്സോടെ മുന്നോട്ട് പോയൊരു കണക്ഷനാണ്. ഇന്ന് ഈ ഒരു തരത്തിലൊക്കെ ആയിത്തീർന്നതിൽ ആൾക്കൊരുപാട് വിഷമമുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്.
തീർച്ചയായിട്ടും ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിലൊരു സക്സസ് വരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ പ്ലാൻ തന്നെ ഇത് മുന്നോട്ട് നിങ്ങളും ഒത്തു പോകണം എന്നുള്ള ഒരു പ്ലാനാണ്. ആളുടെ ഉദ്ദേശം തന്നെ അതാണ്. നിങ്ങളും ഒത്ത് മുന്നോട്ട് ആ ഒരു അവരുടെ ഫ്യൂച്ചറിലെങ്കിലും നല്ലൊരു ഇതിലേക്ക് പോകുന്നതാണ് ഇതിൽ കാണുന്നത് കേട്ടോ. നല്ലൊരു മാറ്റത്തിലൂടെ ഈ ഒരു കണക്ഷൻ കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാറാം. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അത് ഇതിൽ ചേഞ്ച് വരുന്നുണ്ട്, നല്ലൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡായിട്ട് പിന്നീട് നിങ്ങൾക്ക് വരുന്നത് നല്ലൊരു മാറ്റമാണ് കേട്ടോ. ആ ഒരു കണക്ഷൻ തന്നെ ആദ്യം പഴയ നിങ്ങളുടെ വ്യക്തിനെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. തുടക്കത്തിൽ നിങ്ങളെ അവരെങ്ങനെയായിരുന്നു സ്നേഹിച്ചത് അതിനേക്കാളും ഇരട്ടി നിങ്ങളെ സ്നേഹിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് കാണാം സണ്ണിൻ്റെ എനർജിയുടെ നേരെ താഴെ വന്നിരിക്കുകയാണ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. തീർച്ചയായിട്ടും നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് ഒന്ന് എടുത്തു നോക്കാം. ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. സക്സസ് ആണ്. ഇതൊക്കെ താഴെ വീണിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഈ ഒരു കണക്ഷൻ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും നിങ്ങൾ തമ്മിൽ. അതായിരിക്കാം ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയത്. ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, ഫാമിലിയിൽ എന്തെങ്കിലും ഫിനാൻസിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് ആയിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ. അതായിരിക്കാം ചിലപ്പോൾ രണ്ടുപേരും പരസ്പരം മാറി നിൽക്കുന്നത് നിങ്ങളുടെ ഈ കണക്ഷനിൽ. പക്ഷേ ഇവിടെ ഈ ഒരു പ്രശ്നമാണ് ഇനി ബാലൻസിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫിനാൻസിൻ്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയി ആണെങ്കിൽ അതിലൊരു ബാലൻസ് നിങ്ങളിൽ വരുന്നുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. സിക്സ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി, അതിലൊരു ബാലൻസ് വരും. തീർച്ചയായിട്ടും ഈ വ്യക്തി വിജയിച്ച് അതിലൊരു ബാലൻസുമായി നിങ്ങളിലേക്ക്, ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് എത്തും എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ്, സിക്സ് ഓഫ് വാൺസ്, അതായത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഏതാണ് ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നിങ്ങളിലേക്ക് അവർ വിജയിച്ച് വരും. അതൊക്കെ മറികടന്ന് നിങ്ങളിലേക്ക് വരും. അതിലൊരു ബാലൻസ് വരും കേട്ടോ. ആ ഒരു പൈസയുടെ ഇടപാടൊക്കെ തീർത്തിട്ട് അതിലൊക്കെ ഒരു ബാലൻസ് വന്ന് നിങ്ങൾ തമ്മിൽ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞ് ശരിയാക്കി എല്ലാം നല്ലൊരു മാറ്റത്തിലൂടെ തീർച്ചയായിട്ടും അവർ സ്നേഹമായിട്ട് നിങ്ങളിലേക്ക് വരും. അതായത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ആ ഒരു സ്നേഹം, ആ ഒരു കപ്പ് നിങ്ങൾക്കുള്ളതാണ്. അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ്ങിന് കണക്റ്റ് ആവുന്നവർക്കുള്ള ഒരു ഞാൻ കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഈ ഒരു പക്ഷേ ഇവർ നമുക്കിവിടെ കിട്ടുന്ന എനർജി വെച്ച് നമുക്ക് ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു കണക്ഷന് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഈ കണക്ഷനിൽ. ഫിനാൻഷ്യൽ പ്രോബ്ലംസൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ പരിഹരിച്ചിട്ട് വേണം നിങ്ങളിലേക്ക് വരാൻ. പരിഹരിക്കും എന്ന് തന്നെയാണ് കേട്ടോ. ആ ഒരു ബാലൻസിലേക്ക് വരും. തീർച്ചയായിട്ടും ഇത് റിയൂണിയനൊക്കെയുള്ള ഒരു ഇതാണ്. മാരേജ്, റിയൂണിയൻ അതൊക്കെ പോസിബിൾ ആണെന്നാണ് കാണുന്നത് കേട്ടോ. ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് ക്ലൂസ് എടുക്കാം. മലപ്പുറം റിയൂണിയൻ കേട്ടോ, അതുണ്ടാവും. ചിത്തിര ലോയർ ആയിരിക്കാം. ലെറ്റർ ജി ആണ്.
രോഹിണി നക്ഷത്രം, ടൈലറിംഗ്, പാലക്കാട്, പൂയം നക്ഷത്രം, എബ്രോഡ്, മിറാക്കിൾസ് സംഭവിക്കും നിങ്ങളുടെ ഈ കണക്ഷനിൽ. തിരുവാതിര, കാസർഗോഡ്, തൃക്കേട്ട. ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിക്കോ. ലെറ്റർ ഐ ആണ്. ബ്ലൂ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം. 20 ടീച്ചർ, കോട്ടയം, നവംബർ ജൂൺ മാസം. എഫ് ആണ്. ഇ ആണ്, ലെറ്റർ ഇ. ഉത്രട്ടാതി, ഇടുക്കി, വൈറ്റ് ബട്ടർഫ്ലൈസ് മാർച്ച് മാസം. ലെറ്റർ സി ആണ്. 11 നിങ്ങൾ ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ബ്ലൂ കളർ, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ള ആൾക്കാരായിരിക്കാം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അശ്വതി നക്ഷത്രം, ഒക്ടോബർ മാസം. ലെറ്റർ ജെ ആണ്. ചതയൻ നക്ഷത്രം, പൂരുരുട്ടാതി നക്ഷത്രം. ലെറ്റർ ക്യൂ ആണ്. മാരേജ് ഉണ്ടാവും കേട്ടോ, നിങ്ങൾ തമ്മിൽ മാരേജൊക്കെ നടക്കും, യാതൊരു സംശയമില്ല. 47, 40, 44, 24, 16, 48, 22, 41, 2 എന്നിട്ടിട്ടുണ്ട്. 35, 32, 19, 12, 39, 8, 50, 33, 49, 7, 2, 18. ഇതൊക്കെയാണ് ഒന്നുകൂടി ഉണ്ട് 15. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു കണക്ഷനാണ് ഇതെന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയ ഒരു മെസ്സേജ്, യൂണിവേഴ്സ് മെസ്സേജ്. അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ വ്യക്തിയും ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട്. അവർ കുറച്ച് പ്രോബ്ലംസിലൊക്കെ പെട്ടിരിക്കുകയാണ്. അതൊക്കെ പരിഹരിച്ചിട്ട് വേണം നിങ്ങളിലേക്ക് തിരികെ എത്താൻ മാത്രമല്ല, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. അത്രയും സ്നേഹത്തോടെ നിങ്ങളിലേക്ക് തിരികെ വരും എന്നാണ്. അപ്പോൾ ഇപ്പോൾ കാണിക്കാത്ത സ്നേഹമല്ല, അപ്പോൾ നിങ്ങൾക്ക് വാരിയും കോരി നിങ്ങളുടെ വ്യക്തി തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങിലേക്ക് വീണ്ടും കാണാം. താങ്ക്